ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ചെങ്ങന്നൂർ ദേശമെന്ന് പറയുന്നത് അതിൻ്റെ പേരിനെ അന്വർത്ഥമാക്കുവാൻ തക്കവണ്ണം വയലുകളും പുഴകളും കുന്നുകളും മനോഹരമായ കാടുകളും മരങ്ങളും ഒക്കെ നിറഞ്ഞ പ്രകൃതി രമണീയമായ ഒരു പ്രദേശം. അവിടെ പിതാക്കന്മാരെ ഭൂരിപക്ഷവും ഒരു കാലത്ത് കാർഷിക വൃത്തിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നവരാണ്. പരസ്പര ബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഒരു വലിയ അനുഭവം ഉള്ളൊരു ദേശമാണ് ഈ ചെങ്ങന്നൂർ ദേശം എന്ന് പറയുന്നത്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പാവന കൈകളാൽ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ട ദേവാലയമാണ് ചെങ്ങന്നൂർ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയം. 1055 ഇടവം 8-ാം തീയതി പരിശുദ്ധനായ പരിമല തിരുമേനി അത് ശിലാസ്ഥാപനം നിർവഹിച്ചത് ഡോക്ടർ സാമുവൽ ചന്ദ്രപ്പള്ളിയുടെ മലങ്കര സഭാ പിതാക്കന്മാർ എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അന്ന് ഈ പ്രദേശത്തിന് ചെങ്ങന്നൂർ ദേശമെന്നല്ല പറഞ്ഞിരുന്നത്, മറിച്ച് മല്ലപ്പള്ളി മുറിയിൽ പുതുശ്ശേരിയിൽ എന്നാണ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമായി ഡോക്ടർ സാമുവൽ ചന്ദ്രപ്പള്ളി അത് എഴുതിയിട്ടുണ്ട്. തലമുറകൾ കൊന്നായി ചേരാനൊരിടം, സഹദായി നാമത്തിൽ ഒരു സൗധം. ചെങ്ങന്നൂർ പള്ളി ദേശത്തിൻ്റെ ദേവാലയമാണ്. ദേശനിവാസികൾക്ക് എപ്പോഴും അത്താണിയായി അവരുടെ പ്രയാസങ്ങളിൽ അവരുടെ പ്രതിസന്ധികളിൽ ഓടി വന്ന് പ്രാർത്ഥിക്കുകയും അവരെ കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നവർക്ക് അനുഭവങ്ങൾ ദിവസം തോറും ലഭിക്കുന്നത് ഉണ്ടാകാറുണ്ട്. തിരുസാന്നിധ്യം ഇന്നീ ദേശം നുകരും ഇടമായി മാലോകർക്കെല്ലാം സത്യ വെളിച്ചം പകരൂ. ഇപ്പോൾ കാണുന്ന പുതിയ പള്ളി പണിതത് 2012 മെയ് പെരുന്നാളിനോടനുബന്ധിച്ചാണ് കൂദാശ ചെയ്തത്. വളരെ അനുഗ്രഹീതമായി മുന്നോട്ട് പോകുന്ന ഒരു ദേവാലയം. ഇപ്പോൾ 820 ഭവനങ്ങളുള്ള ഒരു ദേവാലയം. 15 പ്രാർത്ഥനയോഗങ്ങൾ ഈ ദേവാലയത്തിലുണ്ട്. 5 സ്ത്രീ സമാജം, യുവജന പ്രസ്ഥാന അംഗങ്ങൾ 4 യുവജന പ്രസ്ഥാനങ്ങൾ, സൺഡേ സ്കൂള് 7 സൺഡേ സ്കൂള്, MGOസിസം, ഇങ്ങനെ ആത്മീയ പ്രസ്ഥാനങ്ങൾ സജീവമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അഭിനന്ദനായ ഒസാദ്യോസ് തിരുമനസിൻ്റെ ആഗ്രഹപ്രകാരം സെൻറ്റ് തോമസ് സുവിശേഷ സംഘം എന്ന ആത്മീയ പ്രസ്ഥാനം, ഇങ്ങനെ ധാരാളം ആത്മീയ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് കൈതോർത്ത് ജീവിക്കുന്ന ഒരു ഇടവകയാണ് ഇതെന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. തിരുമാറിലുറങ്ങാൻ നൽകിയ ദൈവാലയമേ, നിൻ പടിവാതിലെത്തിയിടുമ്പോൾ മനമാകെ സ്തുതിഗീതം. ദൈവത്തിൻ തിരുനാമത്തിന് ഹല്ലേലൂയ. കോയമ്പത്തൂർ തടാക ആശ്രമത്തിൽ സുപ്പീരിയറായി സേവനമനുഷ്ഠിച്ച് ഇപ്പോൾ വിശ്രമജീവിതം നയിക്കുന്ന വന്യ യാക്കോബ് റമ്പാച്ചൻ ഉൾപ്പെടെ 9 വൈദികരും ഒരു സിസ്റ്ററും ഒരു വൈദിക വിദ്യാർത്ഥിയും ഈ ഇടവയ്ക്ക് ഉണ്ട്. തലമുറകൾ കൊന്നായി ചേരാനൊരിടം, സഹദായി നാമത്തിൽ ഒരു സൗധം. ഈ ഇടവകയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു വന്നിരുന്ന സേവക സംഘം ഈ ഇടവകയിലെ ആത്മീയ പിതാവായിരുന്ന അഭിവന്യ ഡോക്ടർ സക്കറിയാസ് മാർ തെയോഫിലോസ് തിരുമേനിയുടെ സ്മരണ നിലനിർത്തുവാൻ തക്കവണ്ണം ഇപ്പോൾ സക്കറിയാസ് മാർ തെയോഫിലോസ് സേവക സംഘം എന്ന പേരിൽ പ്രവർത്തിക്കുന്നു. ഈ പ്രസ്ഥാനം വിദ്യാഭ്യാസ ധനസഹായം, ചികിത്സാ ധനസഹായം, ഭവന നിർമ്മാണം തുടങ്ങി ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇടവകയ്ക്ക് വേണ്ടി ചെയ്യുന്നു. ഇടവകയുടെ കൺവെൻഷൻ്റെ നവതിയായിരുന്ന ഈ വർഷം 2 ഭവനങ്ങൾ നിർമ്മിച്ച് നൽകുക ഉണ്ടായി. അങ്ങനെ ആത്മീയ പ്രസ്ഥാനങ്ങളായിരുന്നാലും കൊള്ളാം, ആത്മീകമായ നിലയിലായിരുന്നാലും കൊള്ളാം, ദേശത്തിന് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു പുണ്യ ദേവാലയമാണ് ചെങ്ങന്നൂർ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയം. ഇടവകയുടെ പെരുന്നാളിലേക്ക് എല്ലാ ദേശനിവാസികളെയും വിശ്വാസ സമൂഹത്തെയും നാനാജാതി മതസ്ഥരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് ശ്രവിക്കുന്ന എല്ലാവർക്കും ഗ്യൂരീസ് സഹതാട് മധ്യസ്ഥതയെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. മാലോകർക്കെല്ലാം സത്യ വെളിച്ചം
പകരൂ. മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ പരുമല മോർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ കടിഞ്ഞൂൽ പുത്രി എന്ന വിശേഷണത്തിന് അർഹതയുള്ള മലങ്കര സഭയുടെ പുരാതന ദേവാലയമായ ചെങ്ങന്നൂർ സെൻറ്റ് ജോർജ് ഇടവകയുടെ 144-ാം പെരുന്നാൾ ഭക്തി ആദരപൂർവ്വം ആഘോഷിക്കുകയാണല്ലോ. മെയ് മാസം 3-ാം തീയതി ഇടവക ദേവാലയത്തിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുകയും തുടർന്ന് വിവിധ കുരിശുംതൊട്ടുകളിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചുകൊണ്ട് ഇടവകയുടെ പെരുന്നാൾ ആരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയുമാണ്. പെരുന്നാളിൻ്റെ ചടങ്ങിനോടനുബന്ധിച്ച് മെയ് മാസം 4-ാം തീയതി ഞായറാഴ്ച നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന പൂർവ്വപിതാക്കന്മാരെ അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനാനന്തരം പിതാക്കന്മാർക്ക് ധൂപാർപ്പണം നടത്തിക്കൊണ്ട് ഈ ദേവാലയം ഈ പെരുന്നാൾ കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നു. തുടർന്ന് പെരുന്നാളിൻ്റെ പ്രധാന ദിവസങ്ങളായ 9, 10, 11 തീയതികളിൽ ഭക്തി ആദരപൂർവ്വം പെരുന്നാൾ ആഘോഷണം നടത്തുന്നു. ഇതിലേക്ക് ഏവരെയും സ്വാഗതം ആശംസിക്കുന്നു. മെയ് മാസം 9-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം മടുക്കോലി കുരിശിൻതൊട്ടിയിൽ നിന്ന് പ്രദക്ഷിണം ആരംഭിച്ച ദേവാലയത്തിലേക്ക് വരുന്നതും മെയ് 10-ാം തീയതി രാവിലെ 7:30 മണിക്ക് ദേവാലയത്തിൽ വെച്ച് പ്രഭാത നമസ്കാരവും തുടർന്ന് പ്രധാന ദിവസമുള്ള കുർബാനയും നടക്കുന്നു. അന്നേ ദിവസം കൊച്ചി ഭദ്രാസന അധിപൻ അഭിവന്യ യാക്കോബ് മാർ ഐറേനിയോസ് തിരുമേനി പെരുന്നാൾ കർമ്മത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. തുടർന്ന് അന്നേ ദിവസം വൈകുന്നേരം 7 മണിക്ക് വെള്ളാമ്പൊയ്ക സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയിൽ നിന്ന് പ്രദക്ഷിണം ആരംഭിച്ച ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു. തുടർന്ന് മെയ് മാസം 11-ാം തീയതി ഞായറാഴ്ച ഇടവകയിലെ വൈദികരുടെ നേതൃത്വത്തിൽ വിശുദ്ധ 3 മേൽ കുർബാന ആചരിക്കുന്നതും അന്നേ ദിവസം 6:45 മണിക്ക് പുതുശ്ശേരി തെക്ക് കുരിശടിയിൽ പ്രസംഗവും തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണം ആരംഭിച്ച ദേവാലയത്തിലേക്ക് കടന്നു വന്ന് പെരുന്നാളിൻ്റെ പൂർത്തീകരണം നടക്കുന്നതുമാണ്. ഇതിലേക്ക് എല്ലാ വിശ്വാസികളെയും നാനാജാതി മതസ്ഥരെയും സ്നേഹപൂർവ്വം ഭക്തി ആദരപൂർവ്വം ഈ ചെങ്ങന്നൂർ ദേശത്തിൻ്റെ കെടാവിളക്കായ ഈ വലിയ പള്ളിയിലെ എല്ലാ പെരുന്നാൾ കർമ്മത്തിനും എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.